ഞാൻ 100% ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെ പൂർണ്ണമായും ഞാൻ മുഖവിലയ്ക്ക് തന്നെ എടുക്കുന്നു. അത് സത്യമാണെന്ന് തന്നെ ഞാൻ അംഗീകരിക്കുന്നു. അല്ലെന്ന് ഇവിടുത്തെ ഭീകര ഭരണകൂടത്തിന്റെ പ്രതിനിധീകരിച്ച് ഈ വോട്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനം മുഴുവനും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അവർ പ്രതികരിക്കാനൊട്ട് തയ്യാറുമല്ല. അവരിൽ നിന്ന് നീതിയൊട്ട് കിട്ടുകയുമില്ല. അപ്പോൾ ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് മാത്രമല്ലേ ആലോചിച്ചാൽ പോരെ നമുക്ക്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രസീൽ മോഡൽ വന്നിരിക്കുന്നത് BJP വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത് രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവനും ശരിയാണ്. ഇങ്ങനെ ഒരു ഭീകര ഭരണകൂടം ഇവിടെ ഇരിക്കുന്നു. ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടം ഇവിടെ ഇരുന്ന് ഈ ജനാധിപത്യത്തിനെ മുഴുവനും പച്ച കെട്ടിമറിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ബാക്കിയൂടെ ചെയ്യണ്ടേ? അത് വഴിയേ അറിഞ്ഞോളൂ. അല്ല, സാബു പ്രസാദ് ഇപ്പൊ തന്നെ അടിയന്തരമായിട്ട് നരേന്ദ്രമോദി മോഷ്ടിച്ചെടുത്ത ജനാധിപത്യത്തിന്റെ പുറത്താണ് കസേരയിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത്, രാജിവെക്കണമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ടല്ലോ, സംശയമുണ്ടല്ലോ.